സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച SSCERT അധ്യായം ഭൂമിയുടെ ഉള്ളറ ആ ഒരു പാഠഭാഗത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങളുടെ എക്സാമാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണ്? അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണ്? 78%. അന്തരീക്ഷ വായുവിലെ നൈട്രജന്റെ അളവ് എത്ര ശതമാനമാണ്? 78%. ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്? ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്? 90 കിലോമീറ്റർ ആണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 90 കിലോമീറ്റർ ഉയരം വരെയാണ് ജലബാഷ്പത്തിന്റെ സാന്നിധ്യം കാണപ്പെടുന്നത്. 90 കിലോമീറ്റർ. മഴവെള്ളത്തിന്റെ pH മൂല്യം എത്രയിൽ താഴെയാകുമ്പോഴാണ് അതിനെ അമ്ലമഴ എന്ന് കണക്കാക്കുന്നത്? മഴവെള്ളത്തിന്റെ pH മൂല്യം എത്രയിൽ താഴെയാകുമ്പോഴാണ് അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കുന്നത്? എത്രയാണ്? 5 ആണ്. മഴവെള്ളത്തിന്റെ pH മൂല്യം 5ൽ താഴെയാകുമ്പോഴാണ് അതിനെ അമ്ലമഴയായിട്ട് കണക്കാക്കുന്നത്. 5ൽ താഴെ. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്രയാണ്? 7. അന്തരീക്ഷത്തെ 5 പാളികളായി തരംതിരിച്ചിരിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 5 പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്? താപവ്യത്യാസമാണ്. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്തരീക്ഷത്തെ 5 പാളികളായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. താപവ്യത്യാസം. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ നടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ. വിമാനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന അന്തരീക്ഷ പാളി ഏതാണ്? വിമാനങ്ങൾക്ക് സുഗമമായിട്ട് സഞ്ചരിക്കുവാൻ കഴിയുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ. വിമാനങ്ങൾക്ക് സുഗമമായിട്ട് സഞ്ചരിക്കുവാൻ കഴിയുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന പാളി ഏതാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ ആണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി. മീസോസ്ഫിയർ. മീസോസ്ഫിയറിലാണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തേക്ക് ലയിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തേക്ക് ലയിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ. വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തേക്ക് ലയിക്കുന്ന അന്തരീക്ഷ പാളി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ. റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി ഏത്? റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളിയാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ ആണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്ന അന്തരീക്ഷ പാളി. അയണോസ്ഫിയർ. ബഹിരാകാശത്ത് നിന്നും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയമരുന്നത് ഏത് പാളിയിൽ വെച്ചാണ്? ബഹിരാകാശത്ത് നിന്നും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഉൽക്കകൾ കത്തിയമരുന്നത് ഏത് പാളിയിൽ വെച്ചാണ്? മീസോസ്ഫിയറിൽ വെച്ചാണ് ഉൽക്കകൾ കത്തിയമരുന്നത്.
ഉൽക്കകൾ കത്തിയമരുന്നത് ഏത് പാളിയിൽ വെച്ചാണ്? മീസോസ്ഫിയറിൽ വെച്ചാണ്. മീസോസ്ഫിയർ. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ഏകദേശ താപനില എത്രയാണ്? ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ഏകദേശ താപനില എന്ന് പറയുന്നത് 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്തെ ഏകദേശ താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 5500 ഡിഗ്രി സെൽഷ്യസ്. മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഖനിയുടെ ഏകദേശ ആഴം എത്രയാണ്? മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ ഖനിയുടെ ഏകദേശ ആഴം എന്ന് പറയുന്നത് 12 കിലോമീറ്റർ ആണ്. 12 കിലോമീറ്റർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും കേന്ദ്രത്തിലേക്കുള്ള ഏകദേശ ദൂരം എത്രയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും കേന്ദ്രത്തിലേക്കുള്ള ഏകദേശ ദൂരം. ഉപരിതലത്തിൽ നിന്നും കേന്ദ്രത്തിലേക്കുള്ള ഏകദേശ ദൂരം എന്ന് പറയുന്നത് 6371 കിലോമീറ്റർ ആണ്. 6371 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ഏകദേശ ദൂരം. 6371 കിലോമീറ്റർ. താഴെ പറയുന്നവയിൽ ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പെടാത്തത് ഏത്? ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പെടാത്തത്. ഇവിടെ തന്നിരിക്കുന്നത് അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തെത്തുന്ന വസ്തുക്കളുടെ പരിശോധന, ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ, ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനം, അന്തരീക്ഷ വായുവിൻ്റെ മർദ്ദത്തിലുള്ള വ്യത്യാസം. ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അന്തരീക്ഷ വായുവിൻ്റെ മർദ്ദത്തിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തെത്തുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിലൂടെ, അതുപോലെ ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളും ഭൂകമ്പ തരംഗങ്ങളുടെ വിശകലനമെല്ലാം ഭൂമിയുടെ ഉള്ളറയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും നേർത്തതുമായ പാളി ഏതാണ്? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും അതുപോലെ നേർത്തതുമായ പാളി ഏതാണ്? ഭൂവൽക്കമാണ്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എത്രയാണ്? നമുക്കറിയാം ഭൂവൽക്കം രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, സമുദ്ര ഭൂവൽക്കവും അതുപോലെ വൻകര ഭൂവൽക്കവും. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എത്രയാണ് എന്നതാണ്. സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. സമുദ്ര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് 5 കിലോമീറ്റർ. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗം അറിയപ്പെടുന്നത്. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ഭൂവൽക്കത്തിന്റെ താഴെയുള്ള ഭാഗമായ മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗമാണ് എന്ത്? ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. ശിലാപദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിൽ, അതായത് മാഗ്മാവസ്ഥയിൽ കാണപ്പെടുന്ന പാളി ഏതാണ്? ശിലാപദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിൽ അല്ലെങ്കിൽ മാഗ്മാവസ്ഥയിൽ കാണപ്പെടുന്നത് അസ്തനോസ്ഫിയറിലാണ്. ശിലാപദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിൽ അല്ലെങ്കിൽ മാഗ്മാവസ്ഥയിൽ കാണപ്പെടുന്നത് എവിടെയാണ്? അസ്തനോസ്ഫിയറിലാണ്. ഭൂവൽക്കത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം. ഭൂവൽക്കത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഇത് എന്ന് പറഞ്ഞിരിക്കുന്നു. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം 30 കിലോമീറ്റർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പർവ്വത പ്രദേശങ്ങളിൽ ഭൂവൽക്കത്തിന്റെ കനം കുറവാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഭൂവൽക്കത്തെ സംബന്ധിച്ച് ഈ 3 പ്രസ്താവനകൾ പരിശോധിച്ച് ഏതാണെന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2 എന്നിവ ശരിയാണ്.
1, 2 എന്നിവ ശരിയാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് എന്ത്? ഭൂവൽക്കം. ശരിയാണ്. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. ശരിയാണ്. ഇനി പർവ്വത പ്രദേശങ്ങളിൽ ഭൂവൽക്കത്തിന് കനം കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വൻകര പ്രദേശങ്ങളിൽ ഭൂവൽക്കത്തിന് എന്താണ്? കനം കൂടുകയാണ് ചെയ്യുന്നത്. പർവ്വത പ്രദേശങ്ങളിൽ ഭൂവൽക്കത്തിന്റെ കനം ഏകദേശം എത്രയാണ് വരുന്നത്? പർവ്വത പ്രദേശങ്ങളിൽ ഭൂവൽക്കത്തിന് ഏകദേശം 70 കിലോമീറ്റർ ആണ് കനം വരുന്നത്. അടുത്ത ചോദ്യം, മാൻഡിലിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. മാൻഡിലിനെ സംബന്ധിച്ചിട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഭൂവൽക്കത്തിന് താഴെ ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് ഇത്. മാൻഡിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്നതാണ് ശിലാമണ്ഡലം. മാൻഡിലിന്റെ താഴെയുള്ള ഭാഗം ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നതാണ്. ഉത്തരം ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ ശരിയാണ്. ഭൂവൽക്കത്തിന് താഴെ ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു മാൻഡിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. ഇനി മാൻഡിലിന്റെ ഉപരിഭാഗവും ഭൂവൽക്കവും ചേർന്നതാണ് ശിലാമണ്ഡലം എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. മാൻഡിലിന്റെ താഴെയുള്ള ഭാഗം ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അസ്തനോസ്ഫിയറിന് താഴെയുള്ള മാൻഡിലിന്റെ ഭാഗം എന്താണ്? ഖരാവസ്ഥയിലാണ്. അടുത്ത ചോദ്യം, വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എത്ര കിലോമീറ്റർ ആണ്? വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി കനം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. 30 കിലോമീറ്റർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന് ശിലാമണ്ഡലം എന്ന് വിളിക്കുന്നു. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായത് ഏത് എന്നതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 എന്നിവ ശരിയാണ്. ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നത് ശിലാമണ്ഡലം ശരിയാണ്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരിയാണ്. പുറക്കാമ്പ് ഏതവസ്ഥയിലാണ്? ദ്രവാവസ്ഥയിലാണ്. ഭൂമിയുടെ കാമ്പിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏവ? ഭൂമിയുടെ കാമ്പിൽ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏവ? ഏതൊക്കെയാണ്? നിക്കലും ഇരുമ്പുമാണ്. നിക്കലും ഇരുമ്പുമാണ് ഭൂമിയുടെ കാമ്പിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ. നിക്കലും ഇരുമ്പും. അന്തരീക്ഷ ഘടനയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അന്തരീക്ഷ വായുവിന്റെ 97% ഭൂമിയിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കൂടി വരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഏതാണ്? എ ആണ്. 1ാമത്തെയും 2ാമത്തെയും പ്രസ്താവന ശരിയാണ്. അന്തരീക്ഷ വായുവിന്റെ 97% ഭൂമിയിൽ നിന്നും ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്. ഭൂമിയിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട്. ശരിയാണ്. 3ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കൂടി വരുന്നു എന്ന് പറയുന്നു. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് എന്താണ്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഉയരം കൂടുന്തോറും അന്തരീക്ഷത്തിലെ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ പൊടിപടലങ്ങളെ വിളിക്കുന്ന പേര് എന്ത്? അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ ചുറ്റി നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ ഇത്തരത്തിലുള്ള പൊടിപടലങ്ങളെ വിളിക്കുന്ന പേര്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയസ്. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ ഏത്?
സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായിട്ട് അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ. ബാഷ്പീകരണം. താഴെ പറയുന്നവയിൽ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്താൻ കാരണമാകുന്ന മാർഗങ്ങളിൽ പെടാത്തത് ഏത്? അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്താൻ കാരണമാകുന്ന മാർഗങ്ങളിൽ പെടാത്ത ഇവിടെ തന്നിരിക്കുന്നു. കാറ്റിലൂടെ ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ വഴി ഉണ്ടാകുന്നവ, ഉൽക്കകൾ കത്തുമ്പോഴുണ്ടാകുന്ന ചരം, സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണം. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്താൻ കാരണമാകുന്ന മാർഗങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ എത്തുന്ന ഏത് വാതകമാണ് അമ്ലമഴയ്ക്ക് പ്രധാന കാരണമാകുന്നത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം, സൾഫർ ഡയോക്സൈഡ്. കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ എത്തുന്ന ഏത് വാതകമാണ് അമ്ലമഴയ്ക്ക് പ്രധാന കാരണമാകുന്നത്? സൾഫർ ഡയോക്സൈഡ്. താഴെ പറയുന്നവയിൽ അമ്ലമഴയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. മഴവെള്ളത്തോടൊപ്പം വാതകങ്ങൾ കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവരുന്നു. ഡീസൽ കത്തുമ്പോൾ അന്തരീക്ഷത്തിലെത്തുന്ന വാതകങ്ങൾ ഇതിന് കാരണമാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങളാണ്. മുകളിൽ പറഞ്ഞവ എല്ലാം ശരിയാണ്. താഴെ പറയുന്നതിൽ അമ്ലമഴയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. അമ്ലമഴ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? ശരിയാണ്. മഴവെള്ളത്തോടൊപ്പം വാതകങ്ങൾ കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവരുന്നു. അതുപോലെ ഡീസൽ കത്തിക്കുമ്പോൾ അന്തരീക്ഷത്തിലെത്തുന്ന വാതകങ്ങൾ ഇതിന് കാരണമാകുന്നു. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ അമ്ലമഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങളാണ്. താഴെ നൽകിയിട്ടുള്ള അന്തരീക്ഷ പാളികളെ ഭൂമിയിൽ നിന്നുള്ള ഉയരത്തിന്റെ ക്രമത്തിൽ, അതായത് താഴെ നിന്നും മുകളിലേക്ക് ശരിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത്? ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ ആണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. താഴെ നിന്നും മുകളിലേക്ക്. ഏറ്റവും താഴെയുള്ള പാളി ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് മീതെയായിട്ടാണ് സ്ട്രാറ്റോസ്ഫിയർ വരുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന് മീതെയുള്ള പാളിയാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയറിന് മീതെയാണ് തെർമോസ്ഫിയർ. ഏറ്റവും മുകളിലത്തെ പാളി എക്സോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലും എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപനില കുറയുന്നത്? ട്രോപ്പോസ്ഫിയറിൽ താപനില ഉയരം കൂടുന്തോറും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം 165 മീറ്റർ ഉയരത്തിൽ എത്ര ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് ട്രോപ്പോസ്ഫിയറിൽ താപനില കുറയുന്നത്? 1 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് ട്രോപ്പോസ്ഫിയറിൽ താപനില കുറയുന്നത്. താഴെ പറയുന്നവയിൽ ട്രോപ്പോസ്ഫിയറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഭൂമധ്യരേഖാ പ്രദേശത്ത് ഇതിൻ്റെ ഉയരം ഏകദേശം 18 കിലോമീറ്റർ ആണ്. മേഘരൂപീകരണം, മഴ, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ ഈ പാളിയിൽ നടക്കുന്നു. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ട്രോപ്പോസ്ഫിയറിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം തന്നെ ശരിയാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 18 കിലോമീറ്റർ ആണ്. മേഘരൂപീകരണം, മഴ, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ഏത് പാളിയിലാണ്? അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ ഓരോ 165 കിലോമീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നു. അന്തരീക്ഷത്തിലെ ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് പാളിയിലാണ്? അന്തരീക്ഷത്തിലെ
പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏത് പാളിയിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ട്രോപ്പോസ്ഫിയർ. ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഏകദേശ ഉയരം എത്രയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം 18 കിലോമീറ്റർ ആണ്. എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ. ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം എത്ര കിലോമീറ്റർ ആണ് എന്ന് ചോദിച്ചാലോ? ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം എത്രയാണ് വരുന്നത്? 13 കിലോമീറ്റർ ആണ്. ട്രോപ്പോസ്ഫിയറിന്റെ ശരാശരി ഉയരം 13 കിലോമീറ്റർ, ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ. ഇനി ധ്രുവ പ്രദേശങ്ങളിൽ ട്രോപ്പോസ്ഫിയറിന്റെ ഉയരം എത്രയാണ്? ധ്രുവ പ്രദേശങ്ങളിൽ 8 കിലോമീറ്റർ ആണ്. ധ്രുവ പ്രദേശങ്ങളിൽ 8 കിലോമീറ്റർ, ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്റർ. ശരാശരി ഉയരം എത്രയാണ് എന്ന് ചോദിച്ചാൽ 13 കിലോമീറ്റർ. അടുത്ത ചോദ്യം, സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? 25 കിലോമീറ്റർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ്? 25 കിലോമീറ്റർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം. ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ ഈ പാളിയിൽ താപം വർദ്ധിച്ചു വരുന്നു. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് ഈ പാളിയിലാണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം. ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ ഈ പാളിയിൽ താപം വർദ്ധിച്ചു വരുന്നു. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളിൽ പെടാത്തത് ഏത്? അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങളിൽ പെടാത്തത് ഇവിടെ തന്നിരിക്കുന്നു. ത്വക്കിനുണ്ടാകുന്ന ക്യാൻസർ, സസ്യവളർച്ച മുരടിക്കൽ, കാഴ്ചശക്തി വർദ്ധിക്കൽ, കൃഷിനാശം. ഏതാണ്? കാഴ്ചശക്തി വർദ്ധിക്കൽ. താപവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ എത്ര പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? എത്ര പാളികളാണ്? 5 പാളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 5 പാളികൾ. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപനിലയിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപനില എന്താണ്? താപം കൂടുകയാണ് ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം കൂടുന്നു. ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 ആണ്. ലോക ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 16. അൾട്രാവയലറ്റ് കിരണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ പെടാത്തത് ഏത്? തിമിരം, ത്വക്കിലെ ക്യാൻസർ, അകാല വാർദ്ധക്യം, വിളർച്ച. അൾട്രാവയലറ്റ് കിരണങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ പെടാത്തത് ഏതാണ്? വിളർച്ചയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വിളർച്ച. അന്തരീക്ഷ പാളിയിൽ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട്. ഏറ്റവും താഴെ ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലായിട്ടാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത് എന്നതാണ് ചോദ്യം. ഏതാണ്? മീസോസ്ഫിയർ ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, മീസോസ്ഫിയർ. മീസോസ്ഫിയർ ഭൂമിയിൽ നിന്നും ഏകദേശം എത്ര ഉയരത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത്? മീസോസ്ഫിയർ ഏകദേശം 50 മുതൽ 80 കിലോമീറ്റർ ഉയരം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. 50 മുതൽ 80 കിലോമീറ്റർ.
മീസോസ്ഫിയറിൽ ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന താപനില എത്രയാണ്? മീസോസ്ഫിയറിൽ ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന താപനില -100 ഡിഗ്രി സെൽഷ്യസ് ആണ്. -100 ഡിഗ്രി സെൽഷ്യസ് ആണ് മീസോസ്ഫിയറിൽ ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോൾ അനുഭവപ്പെടുന്ന താപനില. -100 ഡിഗ്രി സെൽഷ്യസ്. മീസോസ്ഫിയറിന് തൊട്ടു മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? തെർമോസ്ഫിയർ ആണ്. മീസോസ്ഫിയറിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നത് തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് മുകളിൽ ഏകദേശം എത്ര കിലോമീറ്റർ വരെയാണ് തെർമോസ്ഫിയർ വ്യാപിച്ചിരിക്കുന്നത്? തെർമോസ്ഫിയർ 80 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. 80 മുതൽ 400 കിലോമീറ്റർ വരെ ഏതാണ്? തെർമോസ്ഫിയർ ആണ്. തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? തെർമോസ്ഫിയറിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? തെർമോസ്ഫിയറിന്റെ താഴെയുള്ള ഭാഗം അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്നാണ്. തെർമോസ്ഫിയറിന്റെ തന്നെ താഴെയുള്ള ഭാഗമാണ് അയണോസ്ഫിയർ. അയണോസ്ഫിയർ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, അയണോസ്ഫിയറിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടുവാൻ കഴിയില്ല. അൾട്രാവയലറ്റ് എക്സ്റേ രശ്മികൾ വാതകങ്ങളെ അയോണീകരിക്കുന്നു. ഇത് ഭൂമിയിൽ നിന്നും 10 കിലോമീറ്റർ ഉയരത്തിലാണ്. കാലാവസ്ഥ മാറ്റങ്ങൾ ഇവിടെയാണ് സംഭവിക്കുന്നത്. അയോണോസ്ഫിയറിനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണ്? അൾട്രാവയലറ്റ് എക്സ്റേ രശ്മികൾ എന്താണ്? വാതകങ്ങളെ അയോണീകരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. അയോണോസ്ഫിയറിൽ അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ എന്താണ്? സാധിക്കും. ഓപ്ഷൻ എ തെറ്റ്. കാരണം എന്താണ്? അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടുവാനായിട്ട് സാധിക്കും. കാലാവസ്ഥ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഏത് ലെയറിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.